അടുക്കളയിലെ തിരക്കുകൾക്കിടയിലും ഫുട്ബോളിന് നെഞ്ചേറ്റുകയാണ് കടന്നപ്പള്ളിയിലെ കുറച്ച് വനിതകൾ. അർജന്റീനയുടെ സൂപ്പർ താരങ്ങൾക്കൊപ്പം ആത്മവിശ്വാസത്തോടെ ചിരിച്ചു നിൽക്കുന്ന അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഫോട്ടോ ഉൾപ്പെടുന്ന ഒരു ഫ്ലെക്സ് കാണാം ഇങ്ങ് കടന്നപ്പള്ളി പടിഞ്ഞാറേക്കരയിലെത്തിയാൽ. കടന്നപ്പള്ളിയിലെ ഫുട്ബോൾ പെൺപട സ്ഥാപിച്ച ഫ്ലെക്സിന്റെ കാഴ്ചകളിലേക്ക്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ് കേരളക്കരയാകെ അല്ലെ. പല സ്ഥലങ്ങളിലും കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ഒക്കെ നിരന്നു കഴിഞ്ഞു. ഇന്ന് ഞാൻ കടന്നപ്പള്ളിയിലെ ഒരു ഫ്ലെക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെക്കട ഇതുക്കും മേലെ വീര്യം പറയാൻ ഞങ്ങളില്ല, കാരണം ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ്. ഞങ്ങൾ കാണിച്ച മാസൊന്നും ഇവിടെ ഒരുത്തനും കാണിച്ചിട്ടില്ല. കാരണം ദേ ഈ നിൽക്കുന്നവർ തന്നെയാണ്. സാധാരണ പുരുഷന്മാരൊക്കെ കട്ടൗട്ടുകളും ഫ്ലെക്സുകളൊക്കെ വെക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പക്ഷേ സ്ത്രീകൾ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് പൊതുവെ കുറവാണ്. ഇവിടെ കടന്നപ്പള്ളിയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്നാണ് ഈ ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലെക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഒരു കുഞ്ഞാരാധകനും കൂടി ഉണ്ടല്ലോ, അർജന്റീനയുടെ പേരെന്താ? തനയി അല്ലേ, നമ്മുടെ കുഞ്ഞാരാധകനും കൂടി ഉണ്ട്. അതാണ് ഇതിൽ പറയേണ്ടത്. കുഞ്ഞു കുട്ടികൾ മുതൽ ഇത്രയും വലിയ സ്ത്രീകൾ വരെ ഈ ഒരു ഫാൻസ് ക്ലബിലുണ്ട് എന്ന് പറയണം. ചേച്ചി, സാധാരണ സ്ത്രീകൾ ഇതുപോലുള്ള രംഗത്തേക്കൊന്നും ഇറങ്ങാറില്ല അല്ലേ. പൊതുവേ ഫുട്ബോളിനോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പുറത്ത് വരാനോ ഇതുപോലൊരു ഫ്ലെക്സ് വെക്കാനോ ഒന്നും നിൽക്കില്ല. ഇപ്പോൾ ഈ ഒരു ഫ്ലെക്സിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ ചേച്ചിമാരുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലെക്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങാൻ കാരണം? പൊതുവേ പറഞ്ഞ പോലെ പുരുഷന്മാരാണ് പൊതുവെ വെക്കാറ്, സ്ത്രീകളാരും വെക്കാറില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വെച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനുള്ള ഒരു കാരണം. ആദ്യമായിട്ടാണോ ഇതുപോലെ ഒരു ഫ്ലെക്സ് വെക്കുന്നത്? ആദ്യമായിട്ടാണ് ഒരു ഫ്ലെക്സ് വെക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ജോലി തിരക്കുകൾക്കിടയിലും അല്ലെ, വീട്ടു ജോലി ഉണ്ടാകും, മറ്റുള്ള ജോലിയൊക്കെ ഉണ്ടാവും. ആ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് തന്നെ വേണം പറയാൻ അല്ലേ. അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ചേച്ചിമാർ. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ചേച്ചിയുടെ പേരെന്താ? വനജ. എന്താ ചെയ്യുന്നത്? വീട്ടുജോലി. അങ്ങനെ വീട്ടു ജോലിക്കിടയിലും ഇതുപോലൊരു ആശയം കൊണ്ടുവന്നതാരാ? ആശയം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ട് അങ്ങനെ നമുക്കൊന്ന് ചെയ്യാന്നുള്ളൊരു പ്ലാൻ കൊടുത്തു. എല്ലാവരും കൂടെ അങ്ങനെ ചെയ്തു. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എത്ര പേരുണ്ട് നിങ്ങളുടെ നമ്മളെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ആർക്കും വരാൻ പറ്റിയില്ല. അതാണ് ആള് പറഞ്ഞത്. ഓക്കെ. എന്തായാലും ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ ഒരു കടന്നപ്പള്ളിയിൽ തന്നെ ഒരുപാട് ഫ്ലെക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അർജന്റീനയുടെ ഉണ്ട്, ബ്രസീലിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലൊരു ഫ്ലെക്സ് ആദ്യമായിട്ടാണല്ലോ ഈ ഒരു കവലയിൽ? സ്ത്രീകളുടെ ആദ്യമായിട്ടാണ്. അതെ, സ്ത്രീകളുടേത് ആദ്യമായിട്ടാണ് അല്ലേ. നമ്മുടെ കുഞ്ഞ് ആരാധകരെയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആരാധകനാക്കി മാറ്റിയല്ലേ? ആരാധകനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അർജന്റീനന്റെ ഒരു ഫാനായത്? മെസ്സിയിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട്. മെസ്സി. അപ്പൊ വീണ്ടും ആ ഒരു കപ്പ് നിലനിർത്തണം എന്ന് ആഗ്രഹമില്ലേ? കപ്പ് നമുക്ക് തന്നെ. അതന്നെ, എല്ലാവരും ഭയങ്കര കോൺഫിഡൻസിലാണ്. നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം, കപ്പ് നിലനിർത്തില്ലേ? പൂർണ്ണ വിജയ പ്രതീക്ഷയില്ലേ? അടുക്കളയിൽ നിന്നൊക്കെ അരങ്ങത്തേക്ക് വന്നിരിക്കുകയാണ്. മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് ഇപ്പോ ഈ ഒരു നമ്മുടെ ഫാൻസിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ രംഗത്തേക്ക്. അപ്പൊ എന്ത് തോന്നുന്നു ചേച്ചിക്ക്? ഫാൻസൊക്കെ നല്ലൊരു ഫാൻസിന്റെ ഒരു ശക്തമായൊരു പോരാട്ടം തന്നെയില്ലേ ഇവിടെ കടന്നപ്പള്ളിയിൽ? ഓക്കെ, ഞാൻ ചേച്ചിയിലേക്ക് തിരികെ വരികയാണ്. ഇവരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ ചേച്ചിയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റൊരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ആ ഒരു ഫാൻസിന്റെ ക്ലബിനെ കുറിച്ച്, കടന്നപ്പള്ളിയിലെ ആ ഫാൻസ് ക്ലബിനെ കുറിച്ച് ഒന്ന് കുറച്ച് പറയാം. ഫുട്ബോളിന്റെ അറിവൊക്കെ ഇവിടെയുണ്ട്. നെല്ലിക്കമ്പള്ളി സ്പോർട്സ് ക്ലബ് ഉണ്ടായിന്. ആടെയെല്ലാം നമ്മ പണ്ടേ കളി കാണാൻ പോകുന്നതാണ്. ഇത് നമ്മുടെ കുഞ്ഞ് ആരാധകൻ മൈക്കൊക്കെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. മൈക്ക് വേണോ? നമ്മുടെ കപ്പടിക്കണ്ടേ? നമ്മ കളിയടിയുണ്ടോ ഗ്രൗണ്ടിലുണ്ടോ എന്നാൽ നമ്മൾ എത്തും, എല്ലാവരും എത്തും. അതാണ് ഇവിടുത്തെ ആവേശം. എന്തായാലും സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നില്ല, ഫുട്ബോൾ രംഗത്തേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികളുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് ഈ ഫുട്ബോൾ രംഗത്തേക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. പക്ഷെ അതൊക്കെ തിരുത്തി എഴുതിയിരിക്കുകയാണ് നമ്മുടെ കടന്നപ്പള്ളിയിലെ ഈ ചേച്ചിമാർ. ഇവർ മാത്രമല്ല, പങ്കെടുക്കാൻ പറ്റാത്ത കുറേ ചേച്ചിമാരുണ്ട്. അവരെ കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തുകയാണ് ഞാൻ. എന്തായാലും നമ്മുടെ ഈ ചേച്ചിമാർ സൂപ്പറാണ്. എല്ലാവരും ഒറ്റ വാക്കിൽ പറയാം, കപ്പടിക്കോ അർജന്റീന? അടിച്ചിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ വിജയപ്രതീക്ഷ അത്രത്തോളം ഉണ്ട്. ഇവരുടെ ശുഭാപ്തി വിശ്വാസം ഇവരെ രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അർജന്റീനയും കപ്പ് തൂക്കട്ടെ എന്ന് തന്നെ വേണം പറയാം, കപ്പ് നിലനിർത്തട്ടെ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.